ലക്ഷ്മി ചേച്ചി, വെൽക്കം ടു VMC മലയാളം. ലക്ഷ്മി ചേച്ചി ധ്യാനത്തിലേക്ക് വന്നിട്ടേ എന്തൊക്കെ മാറ്റങ്ങളാ ലക്ഷ്മി ചേച്ചിയിൽ ഉണ്ടായി? ഉറക്കെ പറയും. ഞാനൊരു വീടുണ്ടാക്കി. അപ്പൊ വീടുണ്ടാക്കിയിട്ട് എനിക്ക് ആ വീട്ടില് രാത്രിയാകുമ്പോ എന്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ എനിക്ക് ആ വീട്ടില് താമസിക്കാൻ എനിക്ക് പേടിയായിരുന്നു. രാത്രി ഞാൻ 6 മണിയായാല് വീട്ടിൽ ചോറും എല്ലാം എടുത്തിട്ട് ഞാൻ പിന്നെ വേറൊരു വീട്ടിലേക്ക് കിടക്കാൻ പോകും. ആ വീട്ടുകാർ അങ്ങോട്ട് ചെല്ലുമ്പോ എന്നോട് പറയും, നീ എന്തിനാ അങ്ങോട്ട് കിടക്കാൻ വന്നേ, നിന്റെ നല്ലൊരു വീടുണ്ടാക്കിയില്ലേ, അപ്പൊ ആ വീട്ടിൽ കിടന്നൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിൽ കിടക്കാൻ പേടിയായിട്ടോ, ഒത്തിരി കിടക്കാൻ പേടിയായിട്ടാണ്. സിമാജി, ഞാനിപ്പോ ഈ ധ്യാനം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിലെ പേടി മാറി, എനിക്ക് അവിടുന്ന് പോവാനും തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് പെട്ടെന്ന് കുറച്ച് പൈസ പെട്ടെന്ന് എനിക്ക് കിട്ടി. ആ പൈസ കിട്ടിയപ്പോ ഞാൻ സിമാജി ഒരു കാറ് മേടിച്ചു. ആ കാറായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ അനിയത്തിന്റെ മക്കള് കാറ് ഓടിച്ച് ഞാൻ സിമാജി കൊണ്ട് കാണിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ അവർക്ക് വരാൻ പറ്റിയില്ല. നോ പ്രോബ്ലം. എന്റെ കഴുത്തിന്റെ ഇതിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. പോയില്ലേ? ഞാൻ എനിക്ക് കുറെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ധ്യാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ മുഴ എവിടെയെന്നെ കാണുന്നില്ല ഇപ്പൊ. പിന്നെ എന്റെ ഈ ആർട്ടിന്റെ ഇവിടെ ഭയങ്കര ഒരു അടിയായിരുന്നു. ആ അടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വീഡിയോ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആ സംഭവം ഇല്ലാതായി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ സിമാജിയോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് വെച്ചില്ല, അത്രയും നന്ദിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കന്നെ നന്ദി. അങ്ങനെ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു. അതെ അല്ലേ, അവരൊക്കെ ഇന്ന് വന്നല്ലേ. പുതിയ ഓഹോ, ആ സ്വാമിജിനോടും പറഞ്ഞു. സ്വാമിജി വളരെ ഹാപ്പിയാണ് കേട്ടോ. സ്വാമിജിനോടും പറഞ്ഞു, സ്വാമിജി ഞാനും വരട്ടെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ വന്നതാണ് സിനിമ. അത് ശരി. എല്ലാവരും ധ്യാനം ചെയ്യുക, എല്ലാവർക്കും എല്ലാ അസുഖങ്ങളും മാറി എല്ലാവരും നല്ല ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാ, താങ്ക് യു സോ മച്ച് ട്ടാ. ലവ് യു മാ. പിന്നെ സീമാതിരി വീട്ടിലേക്കാരും ഞാൻ ആ കാറായിട്ട് വരും. തീർച്ചയായിട്ടും വരൂ കേട്ടോ. അപ്പൊ അത് സന്തോഷം. എല്ലാ സന്തോഷം ഉണ്ടാവട്ടെ മാഡത്തിന് കേട്ടോ. താങ്ക് യു.